കൊച്ചി നിയോജക മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ബഡ്ജറ്റിൽ 16.6 കോടി രൂപ അനുവദിച്ചതായി എംഎൽഎ മുഹമ്മദ് ഷിയാസ്. ടൂറിസം, കുടിവെള്ള വിതരണം, ആരോഗ്യം തുടങ്ങിയ മേഖലകൾക്ക് മുൻഗണന നൽകി 22 നിർമ്മാണ ജോലികൾക്കാണ് ഈ സാമ്പത്തിക വർഷം അനുമതി ലഭിച്ചിരിക്കുന്നത്. മണ്ഡലത്തിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്നായ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ ഉന്നതതല യോഗം വിളിക്കുമെന്നും എംഎൽഎ. സംസ്ഥാന ബഡ്ജറ്റിൽ കൊച്ചി നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി 16.6 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് ഷിയാസ് എംഎൽഎ അറിയിച്ചു. കൊച്ചി മണ്ഡലത്തിലെ 22 നിർമ്മാണ ജോലികൾക്കാണ് സർക്കാർ ഈ സാമ്പത്തിക വർഷം അനുമതി നൽകിയിട്ടുള്ളത്. ഫോർട്ട് കൊച്ചിയിലെ ടൂറിസം പദ്ധതികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപ അനുവദിച്ചു. ഫോർട്ട് കൊച്ചിയിലെ തീരം സംരക്ഷിക്കുന്നതിൽ നടപടി ഉണ്ടാകും. ടൂറിസം വികസന പദ്ധതികൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ഉടൻ വിളിച്ചുകൂട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്നായ ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിന് വകുപ്പ് മന്ത്രിയെ കൂടി പങ്കെടുപ്പിച്ച് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ചുകൂട്ടും. മട്ടാഞ്ചേരിയിലെ 5 ഡിവിഷനുകളിലെ ജലവിതരണത്തെ ബാധിക്കുന്ന ടാങ്ക് നവീകരണ പദ്ധതി റദ്ദായ സാഹചര്യത്തിൽ പുതിയ ടാങ്ക് നിർമ്മിക്കുന്നതിന് നടപടി സ്വീകരിക്കും. പശ്ചിമ കൊച്ചിയിലേക്ക് ദിവസവും ആവശ്യമായ 87 MLD വെള്ളത്തിന് പകരം ഇപ്പോൾ ലഭിക്കുന്നത് 40 MLD വെള്ളം മാത്രമാണ്. 190 MLD വെള്ളം ലഭിക്കുന്ന പദ്ധതി നടപ്പാക്കുമ്പോൾ 30 MLD വെള്ളം കൂടി ലഭിച്ചാൽ ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. പദ്ധതിയുടെ ഗുണം ലഭിക്കുന്ന സ്ഥലങ്ങളിലെ 5 MLA-മാർ ഇടപെട്ട് ഉന്നതതല യോഗം വിളിക്കുന്നതിനുള്ള ശ്രമം നടത്തിവരുന്നു. മട്ടാഞ്ചേരി WNC ആശുപത്രിയിൽ മലിനജല പ്ലാന്റ് നിർമ്മാണം, കുട്ടികളുടെ വാർഡ് നവീകരണം, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, കണ്ടക്കടവ് PHCC പുനരുദ്ധാരണം, കുമ്പളങ്ങി ടൂറിസം ഗ്രാമം രണ്ടാം ഘട്ട വികസനം എന്നിവയ്ക്കായി ബഡ്ജറ്റിൽ പണം വകയിരുത്തിയിട്ടുണ്ട്. മട്ടാഞ്ചേരി അഗ്നിരക്ഷാ നിലയം കെട്ടിട നിർമ്മാണത്തിനും പണം അനുവദിച്ചിട്ടുണ്ട്. അഗ്നിരക്ഷാ നിലയത്തിന്റെ പുതിയ കെട്ടിടത്തിന് 3 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. കരിവേലിപ്പടി TB സെന്ററിനും തുക അനുവദിച്ചിട്ടുണ്ട്. അരൂർ കുമ്പളങ്ങി റോഡ് നിർമ്മാണത്തിന് 1.5 കോടി രൂപ അനുവദിച്ചു. ചെല്ലാനം ചക്കുങ്കൽ പാലം നിർമ്മാണത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. മട്ടാഞ്ചേരി എക്സൈസ് സബ് ട്രഷറി ഓഫീസുകളുടെ പുനർനിർമ്മാണത്തിന് പണം അനുവദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പദ്ധതികൾക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ ഈ സാമ്പത്തിക വർഷം ആരംഭിക്കാൻ കഴിയുമെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. മുൻഗണനാക്രമത്തിൽ ജനങ്ങളുടെ അടിയന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. കണ്ണവാലി പ്രദേശത്ത് പുത്തൻതോട് മുതൽ മാനാശ്ശേരി വരെയുള്ള പ്രദേശത്ത് ടെട്രാപ്പോളിൽ ഇപ്പോൾ ഞാൻ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഞാൻ തന്നെ മുൻകൈയെടുത്ത് കളക്ടർ കൊണ്ടൊരു യോഗം ജില്ലാ കളക്ടറേറ്റിൽ വിളിപ്പിച്ചു. ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടിയാണ് ഇനി ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വം. മുടങ്ങിക്കിടന്ന പദ്ധതി അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുടെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ നടത്തും. ഇപ്പോൾ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചേക്കുന്നത് 16.6 കോടി രൂപ കൊച്ചി നിയോജകമണ്ഡലത്തിലേക്ക് ലഭിച്ചിട്ടുണ്ട് നേരിട്ട്. അതിനകത്ത് കരിവേലിപ്പടി ഹോസ്പിറ്റൽ TB സെൻറ്റർ പണിയുന്നതിനായി 9.6 കോടി രൂപ, മട്ടാഞ്ചേരി ഫയർ സ്റ്റേഷൻ 3 കോടി രൂപ, ചെല്ലാനം FHSC 2.5 കോടി രൂപയും, അരൂർ മുതൽ കുമ്പളങ്ങി വരെയുള്ള ആ റോഡിൻ്റെ 1.5 കോടി രൂപയും, അതിനോടൊപ്പം തന്നെ നമ്മൾ കൊടുത്ത പദ്ധതികൾക്ക് സർക്കാരിൻ്റെ അംഗീകാരം കൂടി ആ പദ്ധതികൾക്ക് കൂടി ലഭിച്ചിട്ടുണ്ട്. PHSC അപ്ഗ്രഡേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തതിൽ അതിൻ്റെ ടോക്കൺ പ്രൊവിഷൻ അതിനകത്ത് വെച്ചിട്ടുണ്ട് 1 കോടി രൂപ. കുമ്പളങ്ങി മോഡൽ ടൂറിസം വില്ലേജിൽ അതിന് ടോക്കൺ പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. പദ്ധതിക്ക് കായൽ പുനരുദ്ധാരണ പദ്ധതിക്ക് അതിനു വേണ്ടിയിട്ടുള്ള ടോക്കൺ പ്രൊവിഷൻ സർക്കാർ വച്ചിട്ടുണ്ട്. കൊച്ചിയിലെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതി അതിന് കൂടി ഒരു ടോക്കൺ പ്രൊവിഷൻ സർക്കാർ നമ്മൾ കൊടുത്ത പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അതുകൂടി വച്ചിട്ടുണ്ട്. മേഖലയാണ് പ്രത്യേകിച്ചും ഫോർട്ട് കൊച്ചി പോലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിലും വരുമാനവും ലഭിക്കുന്ന ഈ പശ്ചിമ കൊച്ചിയെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടൂറിസം മേഖല. ആ ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കാനുള്ള വലിയ നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഒന്ന്, സർക്കാരിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് സംയോജിതമായിട്ടുള്ള പോർട്ടുകളുടെ വികസനമെന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള പദ്ധതികൾക്കുമായിട്ടാണ് പോർട്ടിൻ്റെ വികസനം സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ കഴിയാവുന്ന ഒരു വലിയ ഡെവലപ്മെൻറ്റാണ് വരാനിരിക്കുന്ന 5 വർഷക്കാലത്തിനിടയിൽ പോർട്ടുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് ടൂറിസം മേഖലയാണ് കൂടുതൽ പരിപോഷിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 325.36 കോടി രൂപ സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്കായി വകയിരുത്തിയിരിക്കുന്നത്. ഗ്രീൻ മാർഷൽസ് എന്ന് പറയുന്ന പദ്ധതി ഫോർട്ട് കൊച്ചിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വിനോദസഞ്ചാര മേഖലയിൽ ശുചിത്വം ഉറപ്പാക്കാനും സന്ദർശകരുടെ ഉത്തരവാദിത്തമുള്ള പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കാനും
പദ്ധതി അവബോധം വളർത്താനുമായി പ്രത്യേകം പരിശീലനം ലഭിച്ച സ്ത്രീകളെ അവിടെ വിന്യസിക്കും. മട്ടാഞ്ചേരി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു ടോക്കൺ പ്രൊവിഷൻ വച്ചിട്ടുണ്ട്. മട്ടാഞ്ചേരി എക്സൈസ് സബ് ട്രഷറി സബ് രജിസ്ട്രാർ ഓഫീസുകളുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോക്കൺ പ്രൊവിഷൻ കൂടി വച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. The Salt Restaurant, Thoppambadi, Panampilli Nagar and Kakkanad.